ഞാൻ ഷിംജിത്ത് ഇല്ലങ്കേരി. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഔഷധ ചെടിയാണ് സോമലത എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് സോമലത എന്ന് പറയുന്ന ഔഷധ ചെടി. ഇത് കണ്ടില്ലേ? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സോമയാഗത്തിന് ഉപയോഗിച്ച ഒരു സാധനമാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒറ്റക്ക് വളരാൻ പേടിയാണ്. ഇത് ഒരു തണ്ട് മാത്രം വെച്ചാൽ വളരില്ല. ഇതുപോലെ കുറേ എണ്ണം ഒപ്പരെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 4 ഒപ്പരെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ വളരുന്നതായിട്ട് കാണുന്നുള്ളൂ. അതുപോലെ എന്ന് പറഞ്ഞാൽ ഇത് ഗന്ധർവന്മാർ അമൃത് കുടിക്കുമ്പോൾ ഭൂമിയിലേക്ക് വർഷിച്ച തുള്ളികളാണ് സോമലതയായി പരിണമിച്ച എന്നാണ് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സോമലത ഇല്ലെടുത്ത് ഇടിമിന്നലേൽക്കൂല, അങ്ങനെ ഒരു വിശ്വാസം കൂടി ഉണ്ട്. അങ്ങനെയുള്ള ഒരു ചെടിയാണ് സോമലത. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെളുത്ത പക്ഷത്തിൽ മാത്രമേ വളരും. കറുത്ത ഭാവം വെളുത്ത ഭാവം. കറുത്ത പക്ഷത്തിൽ എപ്പോൾ നിദ്രയിലായിരിക്കും. അങ്ങനെയുള്ള ഒരു ചെടി കൂടിയാണ് സോമലത എന്ന് പറയുന്ന ഈ ഔഷധ സസ്യം. ഇത് സോമലതേൻ്റെ തൈകളാണ്. സോമലതേൻ്റെ തൈകളും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്.